പോലെ എനിക്കൊരു ഫാഷനായിട്ടാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫാഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു കഷ്ടം ഇതുവരെ തോന്നിയിട്ടില്ല ചെയ്യാൻ. അതുകൊണ്ട് കഷ്ടം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ വർക്ക് എടുത്ത് മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ബേബി റാണി മാം നല്ല രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മാമിന്റെ MC നല്ലൊരു അടിപൊളി MC ആയിരുന്നു. മാം സ്ട്രക്കൊന്നും ഇല്ലല്ലോ മാം? എന്താണ്? ഇല്ല മാം, സ്ട്രക്കൊന്നുമില്ല. ഓക്കെ. അല്ല, ഇവിടെ സ്ട്രക്കായി നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നല്ലൊരു MC ആയിരുന്നു. നല്ല രീതിയിൽ മാം എന്നെ പരിചയപ്പെടുത്തി. അപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ വിജയിക്കാം, ഈ ബിസിനസ്സിൽ വന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് ചില സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലീഡേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ലീഡേഴ്സ് എന്ത് കാര്യമാണോ പറയുന്നത് അതിന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ എന്തൊരു ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ കൂടി ഓക്കെ മാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളൊരു ചെറിയൊരു എന്താ പറയാ റിപ്ലൈ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ചില സമയങ്ങളിലൊക്കെ മെസ്സേജ് ഇടുന്ന സമയത്ത് ബ്രോഡ്കാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന സമയങ്ങളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുമില്ല, കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു ഇത് അനുഭവം കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. കാരണം അത് തെറ്റാണ്. കാരണം നമ്മൾ ചെയ്യുന്ന സമയത്തെ നമുക്ക് അതിന്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതാരും ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഒരു ലീഡറായി മാറി നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിനോ അല്ലെങ്കിൽ വേറെ പുറത്ത് ആർക്കും ആയിക്കോട്ടെ, അത് നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് നോക്കി കണ്ട് മുണ്ടാതെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര വിഷമാവുന്ന ഒരു സംഭവമാണ് അത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ഞാൻ ഓക്കെ എന്നൊരു തമ്പിട്ട് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്നൊരു വാക്ക് ഞാൻ പറയും. അത് ലീഡേഴ്സ് ആണെങ്കിലും നമുക്ക് ആരും, നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരും നമുക്ക് മെസ്സേജ് അയച്ചാലും നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മെയിൻ ആയിട്ട് അതൊരു ക്വാളിറ്റി തന്നെയാണ്. ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമുക്കതൊരു ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. കുറച്ച് സുഖമില്ലായ്മ ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റി നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. പേടി മാറിയാലേ നമുക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പേടിയൊക്കെ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. ഇപ്പൊ നമുക്കൊരു വണ്ടി ഓടിക്കണം എന്നുണ്ട്, വണ്ടി കാണുമ്പോഴേ നമുക്ക് പേടിയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ വണ്ടി ഓടിക്കും? പിന്നെ ഓടിച്ചു പഠിച്ചിട്ട് നമുക്ക് വണ്ടി കയറി പോകാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മളത് ചെയ്ത് പഠിക്കുക തന്നെ വേണം. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യവും. ഇപ്പൊ നമ്മൾ ഏതൊരു വർക്കിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം അത്യാവശ്യമാണ്. ഒരു തുണിക്കടയിൽ പോയി നിൽക്കുകയാണെങ്കിൽ കൂടി അവിടെ നമുക്ക് ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ് ഒക്കെ അവര് പോയ സമയത്ത് ഇന്ന സാധനത്തിന് ഇന്നതാണ് വില, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലാണ് തുണി മടക്കി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ കസ്റ്റമറോട് പെരുമാറണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പൊ നമ്മൾ ബിസിനസ്സും വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവര് ചെയ്യുന്ന ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ നമുക്കില്ല എന്നുള്ളതാണ്. അവർ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചിട്ടാണ് അവർ ഈ ഒരു ആ വർക്കിന് പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വർക്കിന് പോയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വർക്ക് എടുത്ത് മുന്നോട്ട് പോകാനും നമുക്ക് ഒരുപാട് നിന്ന് ക്ഷീണിക്കാനോ അല്ലെങ്കിൽ നടന്ന് ക്ഷീണിക്കാനോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ പേടിയെ നമ്മൾ മാറ്റി വെക്കുക. അതേപോലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായി അറ്റൻഡ് ചെയ്യുക. അതേമാതിരി നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി കിട്ടുന്ന ട്രെയിനിങ് ആണ്, നമുക്കാണ് ട്രെയിനിങ് തരുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നല്ലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മാം നമ്മളിലേക്ക് സ്ലൈഡ് സഹിതം നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എത്ര പേര് അത് അറ്റൻഡ് ചെയ്തു എന്നറിയില്ല. ബ്രോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ കാലത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ട്. അപ്പൊ ഒക്കെ നമുക്ക് വേണ്ടി തരുന്ന ട്രെയിനിങ് ആണ്. ലീഡേഴ്സിന് ഒരിക്കലും ഇനി ആ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല അല്ലെ. നമ്മളെ പോലുള്ള പാർട്ട്നേഴ്സിന് അവര് വിജയിച്ച് വന്ന വഴി നമുക്ക് തുറന്നു തരികയാണ്. ആ വഴിയിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് വിജയം എന്നുള്ളത് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് മടി
എന്തിനും ഏതിനുള്ള ഈ മടിയാണ് നമ്മളെ ഒന്നിനും സമ്മതിക്കാതിരിക്കുന്നത്. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാൻ മാറ്റി വെക്കുക. അതേപോലെ നമുക്ക് ഇപ്പൊ എനിക്ക് MC സെഷനും ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ആ മടി മാറ്റി പുറത്തേക്ക് വരാനായിട്ട് പറ്റില്ല. ഞാനത് ആ മടി കൂടാതെ ചെയ്താൽ മാത്രമേ എനിക്കത് നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മടിയും പേടിയും നമ്മൾ മാറ്റി വെക്കുക. അതേപോലെ എല്ലാ സമയവും ഏത് കാലവും നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിന് പോലെ ആ ജീവനാന്തം വയ്യാണ്ടായ സമയത്ത് പോലും നമുക്ക് ആ ഒരു വർക്കിന് പോയാൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം മുന്നോട്ട് പോവുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും പറയുകയാണ്, നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് നമുക്കിപ്പോൾ ഹാർഡ് വർക്ക് എടുത്ത് നമുക്ക് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നു അത്രയും നമുക്ക് സക്സസ് എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇന്നലത്തെ ട്രെയിനിങ്ങിൽ പറഞ്ഞായിരുന്നു നമുക്കൊരു 4 ഇതുണ്ട്. ആദ്യം നമ്മൾ ലേണിംഗ് പീരീഡ് ആണ്. അതായത് ആ ഒരു 3 മാസം കൊണ്ട് നമ്മൾ കുറച്ച് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചെടുക്കുക. പഠിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഏണിംഗ് പീരീഡ് ആണ്. അതേപോലെ ബേണിംഗ് പീരീഡ് ഉണ്ട്. ഏണിംഗ് പീരീഡിൽ നമുക്ക് കുറേശ്ശെ വരുമാനങ്ങൾ വന്ന് തുടങ്ങിയെന്നുണ്ടെങ്കിൽ ബേണിംഗ് പീരീഡിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വരുമാനം വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ പാർട്ട്നേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതേപോലെ എൻജോയ്മെന്റ് പീരീഡ് ഉണ്ട് അല്ലെ, ആ ഒരു പീരീഡിൽ നമുക്ക് ഇതേപോലെ ഹാർഡ് വർക്ക് ഉണ്ടാവില്ല, വരുമാനം കൂടുതൽ വരാൻ തുടങ്ങും, നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം ആ ഒരു ഇതിലൂടെ കിട്ടുന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി നല്ല രീതിയിൽ വർക്ക് എടുത്ത് മുന്നോട്ട് പോവുക. നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്തൊരു മേഖലയല്ല ഈ ഒരു ബിസിനസ് എന്നുള്ളത്. നമ്മുടെ ഫാമിലിയിൽ ആരും തന്നെ ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ലീഡേഴ്സിനോട് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. ഏതൊരു ഇതിലും നമുക്ക് ലീഡർ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഒരു ക്ലാസ് ലീഡർ ഉണ്ടാവും. അതേപോലെ സ്കൂളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഒരു സ്കൂൾ ലീഡർ ഉണ്ടാവും. അതേപോലെ നമുക്ക് സ്പോർട്സ്, യൂത്ത് സ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ നമുക്ക് ലീഡർ ഉണ്ടാവില്ലേ. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവര് പഠിച്ചെടുത്ത് അവര് നമ്മളിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവര് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനൊരു നാണക്കേട് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോഴാണ് നമ്മളത് വിജയിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിച്ച് അറിവ് നേടുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ജിഷ്ണു സാറുണ്ട്, 162ാമത്തെ ഒരു പ്രസന്റേഷനിലാണ് ആൾക്ക് സെയിൽ വന്നെന്നുള്ളത്. നമ്മൾ 62 പ്രസന്റേഷൻ പോലും, നമ്മൾ 6 പ്രസന്റേഷൻ പോലും നമ്മൾ കൊടുക്കാൻ വില്ലിങ് അല്ല എന്ന സമയത്താണ് അവര് 162ാമത്തെ പ്രസന്റേഷനിലാണ് ആൾക്ക് സെയിൽ വന്ന് പറഞ്ഞു. അപ്പൊ ആ സാറൊക്കെ അത് ഇട്ട് എറിഞ്ഞ് എന്നോ പോണ്ട സമയം കഴിഞ്ഞു അല്ലേ. അപ്പൊ ആ സാർക്ക് എന്താ വിശ്വാസം? സാറ് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ആ സാറിന്റെ എക്സ്പീരിയൻസ് നമ്മൾ കുറച്ച് ആൾക്കാർ ഇപ്പൊ വന്ന പുതിയ കുറച്ച് ആൾക്കാരെ കേൾക്കാതിരുന്നുണ്ടാവും. ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ വന്ന ആൾക്കാരെ ആ സാറിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും കേൾക്കാതിരുന്നിട്ടുണ്ടാവുള്ളൂ. അതുവരെയുള്ള ആൾക്കാരൊക്കെ സാറിന്റെ എക്സ്പീരിയൻസ് കേട്ടതാണ്. സാരിയൊക്കെ മറിച്ച് അതേമാതിരി ഓലയൊക്കെ മേഞ്ഞൊരു പഴയ ഒരു വീടായിരുന്നു സാറിന്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ സാർക്ക് ഈ നിലയിൽ ആ സാർക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സാർ അത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ലീഡേഴ്സിന് കിട്ടുന്നുണ്ട്, അപ്പൊ എനിക്കും കിട്ടുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി വീണ്ടും വീണ്ടും പ്ലാൻ കൊടുക്കാൻ തയ്യാറായത് കൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ പറയും ലിസ്റ്റ് മേക്കിങ്ങിന്റെ കാര്യം പറയും. ലിസ്റ്റ് മേക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിലൂടെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് പറയുന്ന സമയത്ത് കോണ്ടാക്ട് ഇല്ല എന്ന് പറയും. അത് വെറും ഒരു കാരണം മാത്രമാണ്, ഈ കോണ്ടാക്ട് ഇല്ല എന്നുള്ളത്. നമുക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടാവും, അതേമാതിരി ഫ്രണ്ട്സ് ഉണ്ടാവും. അവരിനൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ നമുക്ക് അവരുടെ നമ്പർ കിട്ടാനും നമ്മുടെ ലിസ്റ്റിൽ ചേർക്കാനൊക്കെ നമുക്ക് സാധ്യമാണ്. പിന്നെ നമ്മളിങ്ങനെ നമ്മൾ ഏത് കാലം വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ആളല്ല, പുറത്തു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോടൊക്കെ നമുക്ക് ബസ്സിലാണെങ്കിലും അതേപോലെ നമ്മളൊരു കടയിൽ പോണ സമയത്താണെങ്കിലും ഇഷ്ടം പോലെ കോണ്ടാക്ട് ലിസ്റ്റ് കിട്ടുക. കോണ്ടാക്റ്റും അതേപോലെ അവർക്ക് ഈ ഒരു ബിസിനസിന്റെ അവസരം പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാം. ലിങ്ക് കട്ടായ ഒന്നുകൂടി റീജോയിൻ ചെയ്യണേ. മാം എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, നോക്കി അല്ലെങ്കിൽ പറയണേ. ഓക്കെ അല്ലേ? ഓക്കെയാണ് മാം. ഓക്കെ.
അപ്പോ ഫിജിക്കാട്ട്, നമ്മുടെ ബിസിനസിന്റെ പേര് ഫിജിക്കാട്ട് എന്നാണ്, അതെല്ലാവർക്കും നമുക്ക് അറിയാലേ. പക്ഷെ നമ്മൾ ഒരാളെ സഹായിക്കുന്നത് കൊണ്ട് ഈ ലോകം മാറില്ലായിരിക്കാം, പക്ഷെ ആ ഒരു വ്യക്തിയുടെ ജീവിതം ഉറപ്പായി മാറുന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ കണ്ട് നമ്മൾ ഒരാൾക്ക് പ്ലാന് കൊടുത്തു. പക്ഷെ ആ കൊടുത്ത വ്യക്തി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് നമ്മുടെ ഇൻകം 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 പോസ്റ്റർ കണ്ടിട്ടും അതേപോലെ നമ്മുടെ ഈ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി കണ്ടിട്ടും നമ്മുടെ കൂടെ നിന്നാ വിജയിക്കുന്നു പറഞ്ഞ ആ വ്യക്തി നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു വ്യക്തി നമ്മളെക്കാൾ ഫാസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇതിന്ന് ബിസിനസ്സിന്ന് വലിയ ഗ്രോത്ത് ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണെങ്കിലും മാറില്ലേ. പക്ഷെ ആ വ്യക്തി നിൽക്കുന്ന ചുറ്റുപാടോ ആ ലോകോ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോ ആ വ്യക്തിയിലൂടെ ആയിരിക്കും ചിലപ്പോ നമ്മൾ ഒരാൾക്ക് പ്ലാൻ കൊടുത്ത് അവരുടെ ജീവിതം, അതേപോലെ അവര് മുഖാന്തരം മറ്റൊരാളുടെ ജീവിതം അങ്ങനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാനേ ഈ ഒരു ബിസിനസ്സിൽ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ലിസ്റ്റിലൂടെ പോയി നമുക്ക് കൊടുക്കേണ്ട ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഓക്കെ മാം, അടുത്തത് കാണുന്നില്ലേ മാം? ഓക്കെ. ഞാൻ നെറ്റ് ഇഷ്യൂ വന്ന് ബാക്ക് അടിച്ചതാണ്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ പരിശ്രമം അവസാനിക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും തോൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നു, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, നമ്മളിത് പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ഇന്ന് ചെയ്തു നാളെ ചെയ്യില്ല, അങ്ങനെയല്ല. തുടർച്ചയായ ഒരു പരിശ്രമം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ്. അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു, എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല, കൃത്യമായിട്ട് 7am അറ്റൻഡ് ചെയ്തില്ല, കൃത്യമായിട്ട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തില്ല, എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ബിസിനസ്സായിട്ട് ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. നമ്മള് ഓരോ കാരണങ്ങൾ പറയുക, അതായത് ട്രെയിനിങ്ങിൽ കയറാൻ പറയുമ്പോൾ ചാർജ് ഇല്ല, അതേമാതിരി നെറ്റ് ഇല്ല എന്നങ്ങനെ കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് ആ അറിവ് നഷ്ടപ്പെടുക. അപ്പൊ എനിക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ല. അപ്പോ നമുക്ക് നമ്മുടെ പരിശ്രമം എന്നും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഇന്നലെ ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 മണിക്കൂറെങ്കിലും അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു ദിവസം ചെലവഴിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് പല രീതിയിൽ പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ട്രെയിനിങ്ങുകൾ ഉണ്ട്, അതേപോലെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ച കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ ഒന്ന് നമ്മൾ മറിച്ച് നോക്കുക. അതേപോലെ അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കിട്ടും ഒരുപാട് ലീഡേഴ്സിന്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടും. ഇപ്പൊ നമ്മുടെ രമ്യ മാം ഇറക്കുന്നുണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ തന്നെ മതി നമുക്ക് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാനും നമുക്കിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനുള്ളൊരു കാരണമാവുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ ഒരു ബിസിനസ് നമ്മൾ എന്താന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് ഡെസ്പ് ആവാനോ അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകാനോ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതൊരു ഇതല്ല. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആ പരിശ്രമം
ദൈവം കാണും. നമുക്ക് എപ്പോഴും ദൈവം പരീക്ഷണത്തിലൂടെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും തരുള്ളൂ. അങ്ങനെയാണ്. കാരണം നിങ്ങൾ എത്രത്തോളം അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരുന്നുണ്ട് ഞാൻ. അപ്പൊ അത് എത്രത്തോളം ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിങ്ങൾ ഇതിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്, എന്നാലേ നിങ്ങൾക്ക് വിജയം എന്നുള്ളത് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ദൈവത്തിനും കൂടി ഒരു ഇതാണ്. അപ്പൊ നമ്മളെ പരീക്ഷിക്കാണ് ദൈവം കൂടി. അപ്പൊ നമ്മൾ ആ പരിശ്രമത്തിലൂടെ നമ്മൾ എന്ത് ബുദ്ധിമുട്ടും എന്ത് കഷ്ടപ്പാട് വന്നാലും, ഇപ്പൊ ചിലപ്പോ ഒരുപാട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ സെവനെയും നിർത്തുക, അതേമാതിരി പാർട്ട്നേഴ്സിനെ വിളിക്കാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരിക്കലും. നമ്മൾ എന്ത് പ്രശ്നത്തിന്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു ബിസിനസ് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമുക്ക് അതിന് പറ്റിയൊരു വേദിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അല്ലെ പലർക്കും ഇപ്പൊ നമുക്ക് ഓരോ ബുദ്ധിമുട്ട് വരുമ്പോ ആ സമയത്ത് നമുക്ക് ലീവ് വേറെ വല്ല ജോലിക്കാ പോണക്ക് ലീവ് കിട്ടില്ല. അവരോട് നമുക്ക് അവിടെ ഇതേപോലെ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല, കാരണം അവര് പുറത്താക്കും. അപ്പൊ അതിന് പറ്റിയൊരു വേദിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളത് വിജയിക്കുന്നവരെ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിന്ന് വിജയിച്ച് നല്ല രീതിയിൽ വിജയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരുന്നുള്ളതാണ്. അതേപോലെ വിശ്വാസമാണ് നമ്മുടെ വിജയത്തിന്റെ ആദ്യ പടി. സ്വന്തം കഴിവുകളിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുക, തനിക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക, അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ കഴിവിനെ, നമുക്ക് ഒരുപാട് കഴിവുണ്ട്. ഇപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളെ തന്നെ ഒരു ബോധ്യം വരും. അപ്പൊ ആ ഒരു കഴിവിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി കുറച്ച് വിശ്വസിക്കുക. അതേപോലെ വിജയിക്കാൻ ആഗ്രഹമുള്ളവർ ഏത് തോൽവിയിലും എന്തെങ്കിലും പഠിച്ച് മുന്നോട്ട് പോകും. അല്ലാത്തവർ എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിച്ച് പരാതിയുമായി ജീവിതം കഴിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മളെ ഉദ്ദേശിച്ചല്ല, നമ്മുടെ പാർട്ട്നേഴ്സൊക്കെ നല്ല രീതിയിൽ എന്ത് പറഞ്ഞാലും അത് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ളവരാണ്, അവരെ ചെയ്യുന്നവരുമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവര് ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അതേപോലെ അടുത്ത 24 മണിക്കൂർ ഒന്നിനെ കുറിച്ചും ആരെക്കുറിച്ചും പരാതി പറയാതെ സ്വയം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാവും. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അത് ചെയ്യരുത് എന്നല്ല, അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ ഒരു ഫിജിക്കാർട്ടിന്റെ കാര്യങ്ങൾ പഠിക്കാനും അതേമാതിരി ഫിജിക്കാർട്ടിന്റെ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല, തളരരുത്. തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. പറക്കണം, ചിറകുകൾ വിരിച്ച് സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ പറന്നുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തളർത്താൻ ഒരുപാട്, ഇപ്പൊ എന്നെയൊക്കെ തളർത്തുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ എന്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാർ, അതായത് അശ്വതി മാം ആയിക്കോട്ടെ, നമ്മുടെ രാധിക മാം, പ്രീജി മാം, ഇവരൊക്കെ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നീ എന്തിനാണ് ഈ ഒരു ബിസിനസ്സിൽ പോയി ചെയ്ത്, നിനക്ക് പൈസ കളഞ്ഞു എന്നല്ലാണ്ട് നിനക്ക് എന്താണ് ഇതിൽ കാര്യം എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാർ ഇന്ന് തിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ നിന്നെ കൊണ്ടും പറ്റില്ല എന്നുള്ളൊരു ഇത്. അപ്പൊ നമ്മളെ തളർത്താനും, അത് വേറെ ഒന്നുകൊണ്ടല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് അവർക്കും അറിയാം. പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് തളർത്തിയാലാണ് ഞാൻ ആ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. കാരണം നല്ല രീതിയിലൊന്ന് ജീവിച്ചു കാണുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല. അപ്പൊ അതിന്റെ ഒരു കാരണത്താലാണ് അവര് പലതും നമ്മളെ പറഞ്ഞിട്ട് നമ്മളെ തളർത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ ആരും തളരരുത്. പലരും പലതും പറയും, പക്ഷെ നമുക്കാണ് ബിസിനസ് ആവശ്യം, നമ്മുടെ ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അപ്പൊ നമുക്കാണ് വരുമാനം വാങ്ങേണ്ടത്. അപ്പൊ അത് നോക്കി നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് പോകുമെന്ന് തോന്നുമ്പോൾ കൈ പിടിച്ചുയർത്തുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് നമുക്ക്. അവരാണ് നമ്മുടെ അപ്ലൈന്. നമ്മുടെ അപ്ലൈൻ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം നമ്മൾ വീണ് പോവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു മനസ്സിലേക്ക് ഒരു ടെൻഷൻ വരുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ വിഷമം വന്ന ഒരു ദിവസം നമ്മുടെ ലീഡറിനെ വിളിക്കാതിരുന്നാൽ അവർക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യും. അത് ഞാൻ പല തവണ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ദിവസം എന്തെങ്കിലും ഒരു കാരണവശാൽ ലീഡറെ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എന്റെ ലീഡർ എന്നെ വിളിക്കാറുണ്ട്. കാരണം എന്താണ് ഇന്നലെ വിളിച്ചില്ലല്ലോ, എന്ത് പറ്റി, വീട്ടിലില്ലേ, എന്തെങ്കിലും തിരക്കാണോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യമാണ്. അല്ലാണ്ട് നമ്മൾ നമ്മുടെ കുടുംബക്കാരോ ബന്ധുക്കാരോ, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർ പോലും ചോദിക്കില്ല, അല്ലെ? നമ്മൾ കുറച്ചു നേരം കിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ലാതിരിക്കുക ചെയ്ത് നമ്മുടെ വീട്ടിലുള്ളവർ പോലും നമ്മളെ ശ്രദ്ധിക്കാത്ത ഒരു സമയത്താണ് നമ്മുടെ ലീഡേഴ്സ് അതിന് സൊല്യൂഷൻ പറഞ്ഞു തരുന്നു. ഇപ്പൊ പറഞ്ഞു തന്ന് നമ്മളത് കേൾക്കാൻ വില്ലിങ് അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ വന്ന് ചെയ്തു തരുന്നുള്ളതാണ്. എന്റെ ലീഡർ അങ്ങനെ ചെയ്യുന്ന ഒരു ലീഡറാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇനിയിപ്പോ ഞാൻ
ഹോസ്പിറ്റലിൽ പോകാൻ മടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ കൂടെ വന്നത് ചെയ്തു തരുന്നുള്ളതാണ്. അപ്പൊ അത്രയും കട്ടയ്ക്ക് നിൽക്കുന്ന ലീഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മാറി നിൽക്കുന്നത്? അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കറക്റ്റ് നമ്മുടെ അപ്ലൈൻ ലീഡർ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേമാതിരി ലക്ഷ്യങ്ങൾക്ക് ഓരോ സ്ഥാനമുണ്ട്. അതിൽ നിന്നും ഒരിക്കലും പിന്മാറിയ പിന്നീട് തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള സ്ഥാനം കിട്ടിയെന്ന് വരില്ല. കറക്റ്റ് ആയൊരു കാര്യമാണ് അത് അല്ലേ? അതായത് ഇപ്പൊ ഞാനൊരു സെയിൽസ് മാനേജറാണ്. ഇപ്പൊ ഞാന് 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ എന്തിനു പറയുന്നു, ഒരാഴ്ച എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ റീചാർജ് ഇല്ല എന്ന് പറഞ്ഞ് ഞാനൊന്ന് മാറി നിന്നാൽ 7am ഇല്ല, BOP ഇല്ല, പാർട്ട്നേഴ്സിനെ വിളിക്കില്ല, ലീഡേഴ്സിനെ വിളിക്കില്ല, അങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ മാറി നിന്ന പിന്നെ തിരിച്ചു വരുമ്പോൾ എനിക്ക് ആ സ്ഥാനം അവിടെ കിട്ടുമോ? ഒരിക്കലും ഇല്ല. എൻ്റെ സ്ഥാനം പിന്നെ പുറകിലായിരിക്കും. കാരണം എല്ലാ അറിവുകളും നഷ്ടപ്പെട്ട് കാറ്റ് കഴിഞ്ഞ ബലൂണ് പോലെ ആയിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ ലീഡേഴ്സിനെ വിളിക്കുന്നു, പാർട്ട്നേഴ്സിനെ വിളിക്കുന്നു, പാർട്ട്നേഴ്സ് ചോദിക്കും ഇത്രയും കാലം എവിടെ ആയിരുന്നു അല്ലെ? അങ്ങനെ ചോദിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. നമ്മൾ ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതേപോലെ പിന്നോട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ താനെ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു, നമുക്ക് എവിടെയും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. ഇപ്പൊ 2 ദിവസം വയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുത്തോണ്ടും ചെയ്യാം അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലീഡറെ വിളിക്കുക എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ വേറൊരു ബിസിനസ്സിന് പോണ സമയത്ത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇതിൽ വർക്കിന് പോകുന്നുണ്ടാവും. നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ സരിത മാം, ഗീത മാം, ഇവരൊക്കെ പുറത്തൊരു വർക്കിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ശരണ്യ മാം, ഇവരൊക്കെ വർക്കിന് പോകുന്ന ആൾക്കാർ. അവർക്ക് ഒരിക്കലും ആ ഒരു ഇത് കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലിരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും ലീവ് കിട്ടില്ല എന്ന് ഗീത മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ലീവ് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആ ഒരു ബിസിനസ്സിനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതേപോലെ സ്വപ്നം കാണുക, അത് നേടിയെടുക്കുന്നത് വരെ വിശ്രമിക്കരുത്. നമ്മൾ ഒരുപാട് സ്വപ്നം കാണുക. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മൂടി വെച്ച് മുണ്ടാതിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. അതേപോലെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വപ്നങ്ങളും കാര്യങ്ങളും നമുക്ക് കുറെയൊക്കെ നമ്മൾ വീട്ടിൽ സംസാരിക്കും. കാരണം എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം. നമ്മൾ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് കുറെയൊക്കെ പറയും. എനിക്ക് തുന്നൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ തുന്നൽ പഠിക്കാൻ ഞാൻ ഇവിടെ വന്നിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ചും കൂടി പഠിക്കണം എന്നുണ്ടായിരുന്നു. കുറച്ചും കൂടി പഠിച്ചാൽ നല്ല രീതിയിൽ എനിക്ക് തുന്നാമായിരുന്നു എന്ന് സമ്മതിച്ചില്ല. കാരണം വീട്ടിലിരുന്നാൽ മതി, ഇനി പുറത്തൊന്നും പോണ്ട എന്ന് പറഞ്ഞത് മുടക്കി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്വപ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു സ്വപ്നങ്ങൾ ഇതിന്ന് നേടിയെടുക്കാനായിട്ട് പറ്റും. ഇനി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തുന്നൽ പഠിക്കുക അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഇനി ഒരിക്കലും നമ്മളോട് പുറത്ത് പോണ്ട, പുറത്ത് പോയിട്ട് ഒരു പണി ചെയ്യണ്ട എന്ന് പറയില്ല. കാരണം അതിനുള്ള വരുമാനം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ എന്തിനും ഏതിനും നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതാണ്. എൻ്റെ ഒരു അനുഭവം കൂടിയാണ് ഞാൻ പറയുന്നത്. അതേപോലെ വിജയത്തിന്റെ വഴികൾ നമുക്ക് കഠിനമായിരിക്കും, ഒരുപാട് കഠിനം ഉണ്ടാവും, പരീക്ഷിക്കപ്പെട്ടേക്കാം. ഞാൻ പറഞ്ഞു ദൈവം നമ്മളെ പരീക്ഷിക്കും. അതേപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും, അപമാനിക്കപ്പെട്ടേക്കാം. പലരുടെ മുന്നിൽ നമ്മൾ ചിലപ്പോൾ അവർ പലതും പറയും, നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം നമ്മുടെ ഈ ഒരു ബിസിനസ് നമ്മൾ വിജയിക്കുന്നവരെ നമുക്കതെല്ലാം നമ്മളെല്ലാ ലീഡേഴ്സും അനുഭവിച്ച കാര്യങ്ങളാണ്. അതേപോലെ തള്ളി പറഞ്ഞേക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് പോലും നമ്മൾ പല സമയത്ത് നമ്മൾ തള്ളി പറയുന്ന ഒരു സംഭവം ഉണ്ടാവാം. പക്ഷേ നേരിടാൻ തയ്യാറായ ഒരു മനസ്സുണ്ടെങ്കിൽ, കീഴടങ്ങാൻ തയ്യാറായ ഒരു ലോകം തന്നെ നമ്മളെ മുന്നിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കി നമുക്കൊരു വലിയ ലോകമുണ്ട്, നമ്മൾ ആ വലിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നല്ല രീതിയിലുള്ള വിജയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മാം ഓക്കെ അല്ലേ മാം? ഓക്കെ. അപ്പൊ കുറച്ച് ഓക്കെ ഹരിത മാം. ഓക്കെ.
അപ്പൊ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞതിൽ എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. എന്നാലും അറിയുന്ന രീതിയിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് പറ്റുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അതേപോലെ ഫിജിക്കാട്ട് നമുക്ക് ഒരിക്കലും പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് അല്ല. ഇപ്പൊ പല ആൾക്കാരും നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് പോകുന്ന സമയത്ത് ചോദിക്കില്ല, ഒരു മണി ചെയിൻ അല്ലേ, ഇത്ര രൂപ ഇറക്കണ്ടേ, ഇത്ര രൂപ ഇറക്കിയാൽ 20,000 വേണ്ടേ, എന്ന് 2 ആള് വേണ്ടേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഫിജിക്കാട്ട് ഒരിക്കലും നമുക്ക് പൈസ ഇരട്ടിപ്പിക്കുന്ന ഒരു ബിസിനസ് അല്ല. അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പൈസ ഇരട്ടിപ്പിക്കുന്ന പരിപാടി മണി ചെയിൻ ആണ്. അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ഒരുപാട് പണം ചെലവാക്കി ചെയ്യുന്ന ബിസിനസ്സും അല്ല ഫിജിക്കാട്ട് എന്നുള്ളത്. ഒരുപാട് പൈസ നമുക്ക് ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പൊ നമ്മുടെ ഒരു ചീഫ് ഗസ്റ്റ് നമ്മുടെ അടുത്ത് റൗണ്ടപ്പിന് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പയ്യനെ കണ്ട സമയത്ത് ആ പയ്യനോട് പറഞ്ഞു അത്രേ, എന്താ പറയാ, എന്നെ കൂടെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ചോദിച്ചപ്പോ അവൻ ചോദിച്ചത് എത്ര ലക്ഷം ഇറക്കണം എന്നാ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ലക്ഷങ്ങളും കോടികളും ഇറക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വെറും 6,000 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ബിസിനസ്സിൽ വിജയിക്കാനും ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഒരു ബിസിനസ്സിൽ വിജയിക്കാനും അതേപോലെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒരു 6,000 രൂപയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? എന്റെ ഒരു ചോദ്യമാണ് അത്. കാരണം ഒരു 6,000 രൂപ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ നമുക്ക് ചിലപ്പോൾ 60,000 പോണ വഴി അറിയില്ല. പക്ഷെ നമ്മൾക്ക് ഒരിക്കലും പരാതി ഇല്ല അല്ലെ. കാരണം നമ്മുടെ അസുഖങ്ങൾ മാറാനാണ് നമുക്ക് ആ ഒരു 60,000 നമ്മൾ അവിടെ ചെലവാക്കിയിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും നമുക്ക് പരാതിയോ പരിഭവങ്ങളോ ഇല്ല. പക്ഷെ അതേപോലെയല്ല നമ്മൾ